ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വസുജ് ക്രിയേഷൻ. വസുജിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി ചന്ന മസാലയാണ്. ഇത് ചപ്പാത്തിക്ക് അതുപോലെ തന്നെ നമുക്ക് അപ്പത്തിനൊപ്പം നല്ല കോംബോ ആണ്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വരൂ നമുക്ക് വീഡിയോ കാണാം. ചന മസാല റെഡിയാക്കി എടുക്കാനായിട്ട് നമ്മൾ ഓവർനൈറ്റ് സോക്ക് ചെയ്ത ചന്നയാണ്. ഇതൊരു 1/2 കിലോ ചന്ന ഉണ്ടാവും കേട്ടോ അതിൽ. അപ്പോൾ നമ്മൾ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ട് രാവിലെയാണ് കറി ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ രാവിലെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ട് വൈകുന്നേരം കറി ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം കടലിൻ്റെ മുകൾവശം വരുന്നത് വരയ്ക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം. പിന്നെ നമ്മൾക്ക് ആവശ്യമുള്ളത് കുറച്ച് വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ സവാള, ഒരു വലിയ സവാളയാണ്, ഒരു വലിയ സവാള, ഒരു തക്കാളി, കുറച്ച് പച്ചമുളക്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില. ഇത്രയും സംഭവങ്ങൾ നമുക്ക് മസാലയ്ക്ക് ആവശ്യമായ സാധനങ്ങളാണ്. ഇതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വയ്ക്കണം. അതിനുശേഷം നമ്മൾ ഒരു അടുപ്പ് കത്തിച്ച് കൊടുത്ത ശേഷം നമ്മൾക്ക് പാൻ അടുപ്പത്ത് വയ്ക്കുക. ആസ് യൂഷ്വൽ ചൂടായി വരുമ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കിത് ഓയിൽ, വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നിങ്ങൾ വെജിറ്റബിൾ ഓയിൽ എന്താണെങ്കിലും നിങ്ങളുടെ അളവിനനുസരിച്ച് ഒഴിച്ചു കൊടുത്തോളൂ. അതിനുശേഷം നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നടുകെ കീറിയ പച്ചമുളകാണ്. അത് ഇട്ട് കൊടുത്ത ശേഷം നമ്മൾക്ക് കുറച്ചൊന്ന് ഇതായി വരുമ്പോൾ കറിവേപ്പിലയും അതുപോലെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ഒരു വലിയ സവാളയും കൂടെ ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം കേട്ടോ. സവാള നല്ലതുപോലെ വഴറ്റി എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ തക്കാളി ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. തക്കാളി ഒന്ന് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് തക്കാളിയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. അടുത്തത് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാൻ പോകണം. മുളക് പൊടി 1 ടേബിൾ സ്പൂണാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല എല്ലായിടത്തും പിടിക്കണ പോലെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ വേവിച്ച് വെച്ച കടല, ചന്ന അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല എല്ലാം ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ ലിഡ് വെച്ചൊന്ന് അടിച്ചു കൊടുക്കാം. അടിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. നന്നായിട്ട് തിളയ്ക്കുക പറയുമ്പോൾ ഇത് വെന്ത സംഭവമാണ്, എങ്കിലും അതിൻ്റെ മസാല ഒന്ന് പിടിക്കാനായിട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നല്ല ഒരു കുറുകി വരാനും ആ വെള്ളമൊക്കെ ഒന്ന് സെറ്റാവാനും കൂടി വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ചപ്പാത്തിക്ക് നല്ല കോംബോ ആണ്. ചപ്പാത്തിക്കാണെങ്കിലും അപ്പത്തിനും അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇടിയപ്പത്തിനും നമുക്ക് കഴിക്കാം.
അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. വളരെ സിമ്പിളാണ്. വർക്ക് കഴിഞ്ഞ് വരുന്നവർക്കോ അതുപോലെ തന്നെ വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ ഒരു കറി വേണമെന്നുള്ളവർക്കോ നമുക്ക് വേഗം തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവും. അപ്പോൾ നന്നായിട്ട് ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമ്മൾക്ക് അടുപ്പ് ഓഫാക്കാം. അടുപ്പ് ഓഫാക്കുന്ന ടൈമിൽ നമ്മൾ മല്ലിയില ഉണ്ടെങ്കിൽ അത് തൂവി കൊടുത്തിട്ട് ഓഫ് ചെയ്താൽ മതിയാവും. അപ്പോൾ എൻ്റെ സിമ്പിൾ ആൻഡ് എമ്മി ആയിട്ടുള്ള അടിപൊളി ചന്ന മസാല നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ഇനിയും നല്ല ഇതുപോലെ സിമ്പിൾ ആൻഡ് എമ്മി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, താങ്ക് യു, താങ്ക്സ് എ ലോട്ട്, ബൈ.